നാളെ മുതൽ എക്സാം സ്റ്റാർട്ട് ആവുകയാണേ. സോ അതുകൊണ്ട് ഇന്ന് പോയി ഞങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കളക്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ രാവിലെ റെഡിയായി, അശ്വതി റെഡിയായി. ഞങ്ങൾ രണ്ടാളും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് കോളേജിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഇങ്ങനെ റെഡിയായി. നമുക്ക് ഹോസ്റ്റലിൽ ക്യാബുണ്ട്, ക്യാബിലാണ് നമ്മൾ പോയി വരാറ്. അപ്പോൾ ക്യാബൊക്കെ പറഞ്ഞു. നേരെ ഹോസ്റ്റലിൻ്റെ പുറത്ത് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്യാബ് വന്നു. സോ ഹാൾ ടിക്കറ്റ് വാങ്ങാൻ വന്നതിൻ്റെ സന്തോഷമാണ് അശ്വതിക്ക്. ഞങ്ങൾ നേരെ ക്യാബിലൊക്കെ കയറി. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ കോളേജിലെത്തി കേട്ടോ. കോളേജിലെത്തിയിട്ട് പിന്നെ ഡയറക്റ്റ് നമുക്ക് പോയി ഹാൾ ടിക്കറ്റ് കളക്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ ഹാൾ ടിക്കറ്റ് കളക്ട് ചെയ്ത് നേരെ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് പോയി. ക്ലാസ് റൂമിൽ പോയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞതിന് അഭിനയിച്ച് കുളമാക്കി തരുന്നതാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്യാമറ കണ്ടപ്പോൾ അജീവ് വയലൻ്റായി ഗൈസ്. അജീവിനെ എന്തൊക്കെയാണ് കാണിക്കണേ ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. അവനൊരു മാടമ്പള്ളിയിൽ മനോരോഗ്യം പോലെ പെരുമാറാൻ തുടങ്ങി. പിന്നെ റിട്ടേൺ ക്യാബ് എടുത്ത് ഞങ്ങൾ നേരെ കോളേജിൽ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് ഹോസ്റ്റലിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഇൻഫോ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ എന്നെ ഹോസ്റ്റലിലെത്തിക്കഴിഞ്ഞ് നാളെ എക്സാമൊക്കെ അല്ലേ, എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നൊക്കെ ജസ്റ്റൊക്കെ ഒന്ന് നോക്കി കുറച്ച് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് അശ്വതി അവിടെ കിടക്കുന്നുണ്ട്. എന്താ അശ്വതി കാണിക്കണേ? അശ്വതി കട്ടൻ ചായയും അച്ചാറും കൂടി കഴിക്കണു. അതുപോലെ തന്നെ കുറച്ച് മുന്തിരിങ്ങ കഴിക്കണു. അശ്വതി ടെൻഷൻ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു. അങ്ങനെയായിരുന്നു അശ്വതി. എന്താണെന്ന് അറിയില്ല. ഇങ്ങനെയാണ് കഴിച്ച് ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ കടന്നുപോയത്. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.